ഡിയർ സ്റ്റുഡൻസ്, ക്വാളിറ്റി കൺട്രോൾ ആൻഡ് പേഷ്യൻ്റ് സേഫ്റ്റി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമുക്ക് യൂണിറ്റ് 2-ലുള്ള പോർഷൻസാണ് നമ്മൾ ഈ ഓഡിയോയിൽ എടുക്കുന്നത്. പേജ് നമ്പർ 57-ൽ വാട്ട് ഈസ് ദ പൾസ് റേറ്റ് മുതലുള്ള കാര്യങ്ങളാണ് ഈ ഓഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് പൾസ് റേറ്റ് എന്ന് പറയുന്നത്? പൾസ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് മെഷർ ചെയ്യുന്നത്? നമ്മുടെ ഹാർട്ട് റേറ്റ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓർ ദ നമ്പർ ഓഫ് ടൈംസ് ദ ഹാർട്ട് ബീറ്റ്സ് പെർ മിനിറ്റ്, അതായത് ഇത്ര ഒരു മിനിറ്റിനുള്ളിൽ എത്രത്തോളം നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൾസ് റേറ്റ് ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിന് ആർട്ടറീസിലൂടെ കടത്തിവിടുന്നുണ്ട്, പുഷ് ചെയ്തിട്ട് കടത്തിവിടുന്നുണ്ട്. ഈ ആർട്ടറീസ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ആൻഡ് കൺട്രാക്ട് വിത്ത് ദ ഫ്ലോ ഓഫ് ബ്ലഡ്. നമ്മുടെ ഈ ഒരു ബ്ലഡ് കടന്നു പോകുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുകയും കൺട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺട്രാക്ഷനാണ് നമ്മൾ പൾസിലൂടെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ടേക്കിംഗ് എ പൾസ് നോട്ട് ഓൺലി മെഷർ ദ ഹാർട്ട് റേറ്റ് ബട്ട് ഓൾസോ ക്യാൻ ഇൻഡിക്കേറ്റ് ദ ഫോളോയിങ്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ പൾസ് റേറ്റിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും? ഹാർട്ട് റിതം എത്രത്തോളമാണെന്നും അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് ദ പൾസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു നോർമൽ പൾസ് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി അഡൾട്ട്സിൽ 60 തൊട്ട് 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. പൾസ് റേറ്റ് എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ, ഇഞ്ചുറീസ് വരുമ്പോൾ, ഇമോഷൻസ് വരുമ്പോഴൊക്കെ ഈ പൾസ് റേറ്റിൽ ഇൻക്രീസ് ഉണ്ടാവുന്നതാണ്. ഫീമെയിൽ ഇപ്പോൾ നമുക്കൊരു 12 വയസ്സിനേക്കാളും മുകളിലുള്ള ആളുകളെക്കാളും ടെൻഡ് ടു ഹാവ് ഫാസ്റ്റർ ഹാർട്ട് റേറ്റ് ദാൻ ഡു മെയിൽസ്. അവരിലേക്കാളും കൂടുതലായിട്ട് ആർക്കായിരിക്കും നമുക്കൊരു പൾസ് റേറ്റ് ഉണ്ടാവുക? മെയിൽസിനായിരിക്കും. അതുപോലെ തന്നെ അത്ലസ്, പിന്നെ റണ്ണേഴ്സ്, അവർക്കൊക്കെ കാർഡിയോ വാസ്കുലർ കണ്ടീഷനിങ് കറക്റ്റായിട്ടായിരിക്കണം. കാരണം ഓടുമ്പോൾ നമുക്കറിയാലോ, അത്രയും വേഗത്തിൽ ഓടുമ്പോൾ നമുക്ക് നല്ല പോലെ കിതപ്പ് അനുഭവപ്പെടും. അപ്പോൾ ഈ കാർഡിയോ വാസ്കുലറായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ അവർക്ക് കിതച്ചിട്ട് ഓടാനായിട്ട് പറ്റില്ല. അപ്പോൾ അവരുടെയൊക്കെ കാർഡിയോ വാസ്കുലർ കണ്ടീഷൻ വളരെ സ്മൂത്തായിട്ടായിരിക്കണം പോവേണ്ടത്. പിന്നെ മേ ഹാവ് ഹാർട്ട് റേറ്റ്സ് നിയർ 40 ബീറ്റ്സ് പെർ മിനിറ്റ് ആൻഡ് എക്സ്പീരിയൻസ് നോ പ്രോബ്ലം. നെക്സ്റ്റ് വരുന്നത് ഹൗ ടു ചെക്ക് യുവർ പൾസ്. എങ്ങനെയാണ് നമ്മുടെ പൾസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? അതായത് ഹാർട്ട് ഫോക്കസസ് ബ്ലഡ് ത്രൂ ദ ആർട്ടറീസ്, യു ഫീൽ ദ ബീറ്റ്സ് ബൈ ഫേമിങ് പ്രസ്സിങ് ഓൺ ദ ആർട്ടറീസ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഹാർട്ട് ആർട്ടറീസിലോട്ട് നമ്മുടെ ബ്ലഡിനെ പുഷ് ചെയ്ത് വിടുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ആർട്ടറീസ് എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവിടെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീറ്റ്സ് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ തന്നെ നമ്മുടെ കഴുത്തിൽ, അതുപോലെ തന്നെ എൽബോയിൽ, റിസ്റ്റിലുള്ള ആർട്ടറീസൊക്കെ കുറച്ചും കൂടി നമ്മുടെ സ്കിന്നിന് നിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൾസ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പൾസ് നോക്കാനായിട്ട് എടുക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ റിസ്റ്റിൻ്റെ ഭാഗത്താണ്. അതുപോലെ തന്നെ നമ്മൾ നെക്ക്, എൽബോസ്, ഇവിടെയൊക്കെ നമ്മൾ പൾസ് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇഫ് യു യൂസ് ദ ലോവർ നെക്ക്, be sure not to press too hard and never press on the pulse on both sides of the lower neck at the same time to prevent blocking blood flow to the brain. അതായത് നമ്മളിപ്പോൾ കഴുത്തിലൊക്കെയാണ്, ലോവർ നെക്കിലൊക്കെയാണ് നമ്മൾ പൾസ് നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വല്ലാതെ നമ്മൾ അമർത്തി പിടിക്കാനായിട്ട് പാടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലൊട്ടുള്ള ബ്ലഡ് ഫ്ലോ ബ്ലോക്കായി പോവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പൾസ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യൂസിങ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫിംഗർ ടിപ്സ്, നമ്മൾ ഫസ്റ്റ് അതുപോലെ തന്നെ സെക്കൻഡ് ഫിംഗർ ടിപ്സ് നമ്മൾ പതുക്കെ നമുക്ക് നമ്മുടെ ആർട്ടറീസിലോട്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പൾസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ബീയിങ് കൗണ്ടിങ് ദ പൾസ് വെൻ ദ ക്ലോക്ക് സെക്കൻഡ് ഹാൻഡ് ഈസ് ഓൺ ദ 12. അതായത് അതിന് ശേഷം നമ്മൾ പൾസ് കൗണ്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൗണ്ട് യുവർ പൾസ് ഫോർ 60 സെക്കൻഡ്സ്. എത്രയായിട്ടാണ് നമ്മൾ പൾസ് എത്ര ടൈമാണ് നമ്മൾ എടുക്കുന്നത്? 60 സെക്കൻഡ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഓർ ഫോർ 50 സെക്കൻഡ്സ് ആൻഡ് ദെൻ മൾട്ടിപ്ലൈ ബൈ 4 ടു കാൽക്കുലേറ്റ് ബീറ്റ്സ് പെർ മിനിറ്റ്. അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡ് നോക്കി കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് 1 മിനിറ്റിലുള്ള നമ്മുടെ പൾസ് നമുക്ക് കിട്ടുന്നതാണ്.
ഇനി നമ്മൾ കൗണ്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ക്ലോക്ക് നോക്കാനായിട്ട് പാടില്ല. ബട്ട് കോൺസെൻട്രേറ്റ് ഓൺ ബീറ്റ്സ് ഓഫ് ദ പൾസ്, അതായത് നമ്മൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരിക്കണം, നമ്മുടെ പൾസ് എടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ റിസൾട്ട് അൺഷുവർ ആണെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്കത് തെറ്റായിട്ടുള്ള റിസൾട്ട് ആണെങ്കിൽ എന്താണ്, അതായത് നമുക്കറിയാലോ നമുക്ക് അതിനിടയ്ക്ക് ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയി, അപ്പോൾ നമുക്കത് തെറ്റായിരിക്കാം എന്നുള്ള ഒരു ധാരണയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരാളോട് കൗണ്ട് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് പറയണം. ഇനി വേറെ എവിടെയൊക്കെയാണ്, നമ്മളിപ്പോൾ 3 സൈറ്റ്സാണ് പറഞ്ഞത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ പൾസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. വേറെ ഏതൊക്കെ ലൊക്കേഷനിൽ നമുക്ക് പൾസിനെ ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? കോമൺ സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയൽ ആർട്ടറി, അതായത് റിസ്റ്റ്, പിന്നെ കരോട്ടിഡ് ആർട്ടറി നെക്കിൽ, ബ്രാങ്കിയൽ ആർട്ടറി ഇൻസൈഡ് ദ എൽബോ, ഫിമോറൽ ആർട്ടറി ഗ്രോയിൻ, പിന്നെ പോപ്ലിറ്റിയൽ ആർട്ടറി ബിഹൈൻഡ് ദ നീ, ഡോർസാലിസ് പെഡിസ് ആർട്ടറി ടോപ്പ് ഓഫ് ദ ഫുട്ട്. ഇവിടേക്കാണ് നമ്മൾ എന്ത് നോക്കുന്നത്, പൾസ് നോക്കുന്നത്. ആൻഡ് അബ്നോർമൽ ഹാർട്ട് റേറ്റ് ക്യാൻ സിഗ്നിഫൈ വാരിയസ് ഹെൽത്ത് ഇഷ്യൂസ്, അതായത് നമുക്ക് അബ്നോർമൽ ആയിട്ടുള്ളൊരു ഹാർട്ട് റേറ്റ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ അയാൾക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ഇനി വരുന്നത് ടാക്കിക്കാർഡിയാണ്. ടാക്കിക്കാർഡിയ എന്ന് പറയുന്നത് 100 ബീറ്റ്സ് പെർ മിനിറ്റിനേക്കാളും കൂടുതൽ ഹാർട്ട് റേറ്റ് ആവുന്ന കണ്ടീഷനാണ് ടാക്കിക്കാർഡിയ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ പേഷ്യൻറ്റിന് ഫീവർ, ഇൻഫെക്ഷൻ, ഡീഹൈഡ്രേഷൻ, ആങ്സൈറ്റി, അനീമിയ, ഹാർട്ട് കണ്ടീഷൻസ്, ഓർ ദ എഫക്ട്സ് ഓഫ് മെഡിക്കേഷൻ, ചിലപ്പോഴൊക്കെ നമ്മളെടുക്കുന്ന മരുന്നിൻ്റെ ഫലമായിട്ടൊക്കെ ഇതുപോലെ നമുക്ക് ഹാർട്ട് റേറ്റ് കൂടാം. ഇനി വരുന്നത് ബ്രാഡിക്കാർഡിയാണ്. ബ്രാഡിക്കാർഡിയ എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 60 ബീറ്റ്സ് പെർ മിനിറ്റിനേക്കാളും താഴേക്ക് വരുന്ന കണ്ടീഷനാണ്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെയുള്ള നമ്മുടെ ഹാർട്ടിൽ ഉണ്ടാവുന്ന ചില കണ്ടീഷൻസ് മൂലം ഡ്രഗ് ഓവർഡോസ്, അല്ലെങ്കിൽ കണ്ടീഷൻസ് ലൈക്ക് ഹൈപ്പോതൈറോയിഡ്സ്, അതായത് നമ്മുടെ തൈറോയിഡിൻ്റെ അളവ് കുറവ് വരുന്നത് മൂലം ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ബ്രാഡിക്കാർഡിയ കണ്ടീഷൻ ഉണ്ടാവാം. ഇനി ബിയോണ്ട് ദ പൾസ് റേറ്റ്, ദ റിതം ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ പൾസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ആസസിങ് കാർഡിയാക് ഫങ്ഷൻ, അതായത് നമുക്ക് നമ്മുടെ പൾസ് റേറ്റ് നോക്കുമ്പോൾ നമ്മുടെ പൾസിൻ്റെ ഋതവും അതുപോലെ തന്നെ നമ്മുടെ പൾസിൻ്റെ സ്ട്രെങ്ത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു കാർഡിയാക് ഫങ്ഷൻ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇറഗുലർ ആയിട്ടുള്ളൊരു ഋതം, അതായത് സച്ചസ് ഏട്രിയൽ ഫൈബ്രിലേഷൻ can lead to complications such as stroke if left undetected and untreated. അതായത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഇപ്പോൾ ഇറഗുലർ ഒക്കെ ആയിട്ടുള്ള ഋതാണെങ്കിൽ ഏട്രിയൽ ഫൈബ്രിലേഷൻ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ സ്ട്രോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് നമ്മൾ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്.